അപ്പോൾ മായ സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും വ്യൂ പോയിന്റിനെ കുറിച്ചും പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഷേപ്പുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ പേര്, ദെൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇരിക്കുന്ന പൊസിഷൻ, കോർഡിനേറ്റ്സ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് റൊട്ടേറ്റ് സ്കെയിൽ എന്നുള്ളത്. ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് മൂവ് ടൂള്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് W എന്ന് പറയുന്നത്. അടുത്തതാണ് റൊട്ടേറ്റ്, ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഞാൻ റൊട്ടേറ്റിനെ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഐക്കൺ മാറുന്നതായിട്ട്. സ്കെയിലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിൻ്റെ ഐക്കണും അവിടെ വരും. അപ്പോൾ നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. W ആണെന്നുണ്ടെങ്കിൽ മൂവ് ടൂള്, E ആണെങ്കിൽ റൊട്ടേറ്റ് നമുക്ക് ഏത് ആക്സസിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ആക്സസ് മനസ്സിലാക്കുന്നത് കളറ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Z ആണെങ്കിൽ ബ്ലൂ കളറ്, ഗ്രീൻ ആണെങ്കിൽ Y, യെല്ലോ ആണെങ്കിൽ ആ കറണ്ട് ആക്സിസ് ആണ് സെലക്ട് ആയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ആക്സിസ് സൈഡ് വൈസ്. ഓക്കെ, ഇതല്ലാതെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് XYZ നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മിഡിൽ ബട്ടൺ ഉപയോഗിക്കുക, ഡ്രാഗ് ചെയ്യുക. മിഡിൽ ബട്ടനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി. ലെഫ്റ്റോ റൈറ്റോ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് വാല്യൂ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അടുത്തത് Y ആണ് ചെയ്യണതിന് Y, Z ആണെങ്കിൽ Z. കാരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതേപോലെയും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആട്രിബ്യൂട്ടിനെ സെലക്ട് ചെയ്യുക, മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സെയിം രീതിയിൽ തന്നെ ടൂൾ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ടൂൾ എടുക്കുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. സെൻറ്ററിൽ പിടിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആക്സസും ഒരേ ടൈമിൽ ഇങ്ങനെ റൺ ചെയ്യും. ഇനി അടുത്തതാണ് സ്കെയിൽ ടൂൾ എന്ന് പറയുന്നത്. സ്കെയിൽ ടൂളിനുള്ള ഷോർട്ട് കട്ടാണ് R എന്ന് പറയുന്നത്. R എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് 3 ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ സെൻറ്ററിൽ പിടിച്ചിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് മൗസ് ഹോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡ്രാഗ് ചെയ്യേണ്ടത്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം ആയിട്ട് ആ സൈസിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല മറിച്ച് എനിക്കിപ്പോൾ ഞാൻ ഒരുപാട് വാല്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് സൈഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ സൈഡ് മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു, പക്ഷേ ഈ ബോക്സിനെ പഴയ രീതിയിലേക്കൊന്ന് ആക്കണമല്ലോ. അപ്പോൾ റിമെമ്പർ ചെയ്യേണ്ടതാണ്, ഇതിലത്തെ വാല്യൂസ് എപ്പോഴും നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫോൾട്ട് വാല്യൂവിൽ നിന്ന് എന്ത് മാറ്റങ്ങളാണോ വരുത്തിയിരിക്കുന്നത് ആ വാല്യൂസ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഞാനിവിടെ ഒന്ന് റൊട്ടേഷൻ ഫുള്ള് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ സെലക്ട് ആവും. 0 അടിച്ചു, 2 അടിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ ഉണ്ടാവും. ഇനി സ്കെയിലിൻ്റെ എപ്പോഴും ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഞാനിവിടെ സ്കെയിലിൽ വന്നു, 1 ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി ട്രാൻസ്ലേറ്റ് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗ്രിഡിൻ്റെ, ഈ കാണുന്നതാണ് ഗ്രിഡ് എന്ന് പറയുന്നത്, ഗ്രിഡിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലായിരിക്കും പോയിരിക്കുന്നുണ്ടാവും ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഓർത്ത് വയ്ക്കേണ്ട ചില ഷോർട്ട് കട്ട് കീസ് വീണ്ടും പറയുകയാണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത്നെസ് 0, അതായത് ഡിവിഷൻസ് ഒന്നും ഇല്ലാണ്ട് സ്മൂത്ത്നെസ്. 2 കീബോർഡിലെ ഷോർട്ട് കട്ട് 2 നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ്, അതായത് ഡിവിഷൻ 0 ആയിട്ടുള്ളതും ഡിവിഷൻ 1 ആയിട്ടുള്ള, അതായത് സ്മൂത്ത് ആയിട്ടുള്ളതും കൂടെ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണിക്കുന്നത്. 3 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് വ്യൂ ആണ് വരുന്നത്. ദെൻ 4 ആണെങ്കിൽ വയർ ഫ്രെയിം ആണ് വരുന്നത്. വയർ ഫ്രെയിം ആവുന്ന സമയം നമുക്ക് 1 പ്രസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യും. ഇതിപ്പോൾ വയർ ഫ്രെയിമിലാണ് റൺ ചെയ്യുന്നത്. 5 ആണെന്നുണ്ടെങ്കിൽ ഷെയ്ഡഡ് ഡിസ്പ്ലേ ആണ്. 6 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മെറ്റീരിയലിലേക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ടെക്സ്ചേഴ്സ്, ഇമേജസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് വിസിബിൾ ആവും. കീബോർഡിൽ ഒരു പക്ഷേ നിങ്ങൾ 7 എന്നുള്ളത് പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ 7 എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ മോഡാണ്. ഇപ്പോൾ ലൈറ്റ് സോഴ്സ് ഇതിലില്ല, അതുകൊണ്ടാണ് ഫുൾ ബ്ലാക്ക് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി ഓർത്ത് വെക്കേണ്ടത്. ഇനി ഇതിലെ കുറച്ച് പ്രിമിറ്റീവ്സിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക.